dear friends, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷെസ്വാൻ ചിക്കൻ്റെയും ഗീ റൈസിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. ഗീ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയായിരിക്കും. ഷെസ്വാൻ ചിക്കൻ പരിചയമുള്ളത് തന്നെയായിരിക്കും, എന്നാൽ പോലും അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഗീ റൈസാണ് ആദ്യം ഉണ്ടാക്കുന്നത്. നെയ്യൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ നെയ്യ് വേണം എന്നുള്ളവർക്ക് എടുക്കാം. ഞാൻ 1 കപ്പ് അരിയിലാണ് ചെയ്യുന്നത്. അതിലേക്ക് സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഞാനിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ടാണ് ചെറിയ പാൻ എടുത്തത്. സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പുകയും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാനിലാക്കിയത്. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഞാൻ തൊട്ടപ്പുറത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ബ്രൗൺ കളറായി, ഗോൾഡൻ കളറായി. അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പാണ്, ആ നെയ്യിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ആ നെയ്യിൽ തന്നെ വറുത്ത് കോരണം. ഒരു വലിയ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇതിലേക്ക് തന്നെ അങ്ങോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അരി ഇട്ടാൽ മതി. ഞാനിപ്പോൾ അത്രയും വലിയ പാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത്. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ മാറുമ്പോൾ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കണം. മുന്തിരി പിന്നെ പെട്ടെന്നാവുമല്ലോ, ആ ചൂട്ടിൽ കിടന്ന് പെട്ടെന്നാവും. അപ്പോൾ അതും കൂടി കോരി നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുക. ചോറ് വെക്കുന്നത് വേറൊരു പാത്രത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യും. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രം ആകുമ്പോൾ ഈ ഉള്ളിയുടെ ക്രിസ്പിനെസ് പോവില്ല. ഈ 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നെയ്യിലേക്ക് തന്നെ. പിന്നെ 2 ഏലക്കായ ഇട്ടു. 2-3 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്ത സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുത്തു. നെയ്യടക്കം ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് 1 കപ്പ് അരി നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് വെള്ളം കളഞ്ഞിട്ടുള്ളതാണ്. വെള്ളം ഉണ്ടാവരുത്, കാരണം നമ്മൾ അരിക്ക് കണക്കാക്കിയാണ് വെള്ളം വെച്ചത്. അപ്പോൾ 1 കപ്പ് അരി കഴുകി വെള്ളം വാർത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ചാൽ മതി. തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പിന്നെ അതങ്ങനെ കിടന്ന് വെന്തോളും. ഇപ്പോൾ ഇതാ കണ്ടോ, വെന്ത് വന്നിട്ടുണ്ട്. അരി കുഴഞ്ഞൊന്നും പോവില്ല, കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള വെള്ളമാണല്ലോ വെച്ചിട്ടുള്ളത്. കൂടുതൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ തീ കൂടി പോകുന്നതൊന്ന് സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് പകുതി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ പകുതി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഫുള്ള് വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചു. ഫുള്ള് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി വേണ്ടത് ഷെസ്വാൻ ചിക്കനിലേക്ക് നമ്മൾ ഷെസ്വാൻ സോസ് ഉണ്ടാക്കണം ആദ്യം. അതിലേക്ക് നമ്മൾ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് നടുക ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെക്കുമ്പം പകുതി വെള്ളവും പകുതി വിനീഗറുമാണ് കേട്ടോ. അതിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക. അതൊന്ന് നന്നായിട്ട് കുതിരണം. കുരു കളയണം എന്തായാലും. എരിവ് പരമാവധി കുറയാൻ വേണ്ടിയിട്ടാണ്. അതാ ഞാൻ കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നടുകെ അങ്ങ് കീറിയാൽ കുരു പെട്ടെന്ന് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാൻ കിട്ടും. അത് മാറ്റിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കുക. വിനീഗറാണ്, പകുതി വിനീഗറും പകുതി വെള്ളവും. എന്നിട്ട് നമ്മളത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തിളയ്ക്കുമ്പോൾ നമ്മൾ മുളക് അതൊന്ന് കോരിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇവിടെ പേസ്റ്റാക്കി വെച്ചതുള്ളത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തതാണ്. ഒരു ഏകദേശം ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്.
എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ നേരത്തെ തിളപ്പിച്ചല്ലോ വെള്ളം, അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായി അരച്ചതാ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് സവാളയാണ് ഇട്ട് കൊടുത്തത്. സവാള നന്നായിട്ട് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യണം. കഴിയുന്ന അത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് അത്ര നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടില്ല. ചോപ്പറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചോപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ കറിയിൽ മുളക് പൊടി ഇടുമ്പോൾ വളരെ കുറച്ചിടുക. കാരണം ഈ ഷെസ്വാൻ സോസ് ഒഴിക്കുമ്പോൾ തന്നെ കറിക്ക് നല്ല എരിവ് കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവ് ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ചിക്കനും വളരെ കുറച്ചുള്ളൂ, ഏകദേശം 200 ഗ്രാം ചിക്കനേ ഉള്ളൂ. പിന്നെ തക്കാളി പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ല കുഞ്ഞായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പച്ചമുളക് 2ആയി കീറിയിട്ട് നടുകെ ഒന്ന് മുറിച്ചിട്ടിട്ടു. കറിവേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവണം. ചെറുതായിട്ട് അരിഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി. നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് വരട്ടിയത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഷെസ്വാൻ സോസ് ഒഴിക്കുന്നു എന്ന് മാത്രം. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. തക്കാളി നന്നായി വെന്ത് വരട്ടെ. നമ്മൾ അരച്ച് വെച്ച സോസിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണത്. പഞ്ചസാര നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട്. എരിവൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളെല്ലാം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് മുളക് പൊടി 1/2 ടീസ്പൂൺ തന്നെ ധാരാളം മതി. കാരണം നമ്മൾ സോസ് ഒഴിക്കുന്നതോട് കൂടി നല്ല എരിവുണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക. എരിവിൻ്റെ കാര്യം സൂക്ഷിച്ച് ചെയ്യുക. വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇത്രയും കുറച്ചെടുത്തത്. എരിവ് കൂടുതലുള്ളവർക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആ പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കിയെടുക്കുക. വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാൻ. എരിവ് എപ്പോഴും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം. ഞാൻ പിന്നെ എൻ്റേതായ ഒരു കണക്കിൽ ഇട്ടു എന്ന് മാത്രം. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 200 ഗ്രാം ചിക്കനാണുള്ളത്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ വെള്ളം ആവശ്യമില്ല എങ്കിൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിൽ തന്നെ ഇറങ്ങി വരും. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി, കാരണം ഗീ റൈസ് ആണല്ലോ, അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ അടച്ച് വെച്ചാലും ചെറിയ ഗ്രേവി അതിൽ ഉണ്ടാവും. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഞാൻ ഒഴിച്ച് കൊടുത്തത് നമ്മൾ നേരത്തെ മുളക് തിളപ്പിക്കാൻ വേണ്ടി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയായിരുന്നല്ലോ, അത് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും ചെയ്യും. അത് കളയും വേണ്ട. അതുകൊണ്ടാണ് അത് തന്നെ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ചെയ്യും. കാരണം വിനീഗർ കുറച്ചുണ്ട് അതിൽ, അതിൻ്റെ ഒരു പുളിപ്പ് വരും. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിച്ച് തിക്ക് ഗ്രേവി ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സോസ് 2 സ്പൂണോ 3 സ്പൂണോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് സോസ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവുണ്ടാവും. കാരണം മുളകാണ്, അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് മോശമില്ലാത്ത എരിവുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂണാണ് ഒഴിച്ചത്. അത്യാവശ്യം നല്ല എരിവുണ്ട്. തീരെ എരിവ് വേണ്ട എന്നുള്ളവർ 2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. എന്നാലും കുഴപ്പമില്ലാത്ത എരിവായിരിക്കും. കാരണം നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഈ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അതിന്. സോസ് ബാക്കിയുള്ളത് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഷെസ്വാൻ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇതേ സോസ് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസും ഉണ്ടാക്കാം. ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, അതും നല്ല ടേസ്റ്റാണ്. നിങ്ങളിനി സോസ് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഐറ്റം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറൈറ്റിയാണ്. നല്ല എരിവുണ്ട്, ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.